അത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് അദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലം മുതലുള്ള ഒരു പൂതിയാണ്. എല്ലാവർക്കും നമുക്കൊക്കെ ചെറുപ്പകാലത്ത് ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇദ്ദേഹത്തിനും വളരെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. ഒന്ന് കേട്ടു നോക്കും എന്താണെന്ന്. Why couldn't we go in and take over some of their oil, which is along the sea? How would you do that? Would you send in the Marines? Would you take a chance in a war? Let them have Iran. You take their oil. That's what How? How? I mean, do we want a war? What do you mean we take their oil? You go in. You're How gonna have do a we war, go Barbara. in? You're going to have a war by being weak. Okay, how do we go in? What do we do? Excuse me. Yeah. You're going to have a war, and it's going to start in the Middle East. What if the Soviet Union said, you do this to Iran, we're going to come in? I don't believe they'd do it. The next time Iran attacks this country, go in and grab one of their big oil installations, and I mean grab it and keep it, and get back your losses, because this country has lost plenty because of Iran. ഇപ്പോൾ ട്രംപിൻ്റെ ലിവിങ് ദ അമേരിക്കൻ ഡ്രീം ഇതായിരുന്നു അല്ലേ? ഇപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. എന്തായാലും കൊള്ളാം, ആഗ്രഹമുള്ള ഈ ആഗ്രഹത്തിന് എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇന്നിപ്പോൾ ഏപ്രിൽ 1 തീയതി 2026 ഈ ആഗ്രഹങ്ങൾക്ക് ഇതിനു മുമ്പ് വെനിസ്വേലയിലൊരു ആഗ്രഹം പുള്ളി നടത്തിയെന്ന് പുള്ളി വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാനിൽ പക്ഷേ അതിനൊരു അറുതിയാവുന്ന ലക്ഷണമാണ് കാണുന്നത്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഇതെല്ലാത്തിനും ഒരു അറുതി വരുന്ന ലക്ഷണം കാണുന്നുണ്ട്. കാത്തിരുന്ന് കാണാം.